ഹലോ ദിസ് ഇസ് ജയ്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള കൃഷ്ണപ്രിയയുടെ ഇൻസ്റ്റാ വീഡിയോയിൽ ടിൻഡർ ഡേറ്റ് ആപ്പ് വഴി പരിചയപ്പെട്ട ഒരു വ്യക്തിയുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റ് വീഡിയോ ഇട്ടിരുന്നു. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ടിൻഡറിന് പരിചയപ്പെട്ട ഒരാളുടെ കൂടെ ഡേറ്റിന് പോയപ്പോൾ ആള് ഗ്രീൻ ഫ്ലാഗ് ആണോ എന്ന് ടെക്സ്റ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. ഇന്ന് ഞാൻ ആളുടെ ബോയ് ഫ്രണ്ട് ടെസ്റ്റുകൾ കുറച്ച് നടത്തുകയാണ്. ബിക്കോസ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. ഫസ്റ്റ് ഫീഡിംഗ് ടെസ്റ്റ് ആണ്. ആൻഡ് ഓഫ് കോഴ്സ് ആളുടെ കൈ കൊണ്ട് തന്നെയാണ് എന്നെ ഫീഡ് ചെയ്തത്. ഫീഡിംഗ് ടെസ്റ്റാ? എന്തോന്നടേ ഇത്? കാമുകൻ കാമുകിക്കും കാമുകി കാമുകനും ഫുഡ് വാരി കൊടുക്കുന്നത് സർവ്വസാധാരണമാണ്. ഇതിനിപ്പോ എന്തിനാ ഇത്ര ടെസ്റ്റിന്റെ ആവശ്യം? പൊതുവെ എല്ലായിടത്തും നടക്കുന്ന കാര്യം തന്നെയാണ്. അല്ല കുട്ടി, അവൻ അവന്റെ കൈ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാ മോക്ക് ഫുഡ് വാരി തരേണ്ടേ? അതെ, ഭയങ്കര കെയറിങ് ചേട്ടായി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട്. നന്നായി കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം എവിടം വരെ പോകുമെന്ന് കണ്ടു തന്നെ അറിയണം. ടെസ്റ്റ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈഗോ ടെസ്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഹീസ് എ മാൻ വിത്ത് സീറോ ഈഗോ. അല്ല, ഒരു പെൺകുട്ടിയുടെ ചെരുപ്പിന്റെ വള്ളി പിടിച്ചിട്ടു എന്ന് കരുതി എങ്ങനെയാണ് ഈഗോ ടെസ്റ്റ് പാസ്സാവുന്നത്? സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ചെരുപ്പിന്റെ വള്ളി പിടിച്ചിട്ടു എന്ന് കരുതി ഒരാണിനും ഒരു പുരുഷനും ഈഗോ വർക്കൗട്ട് ആവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം സർവ്വസാധാരണമായിട്ട് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് സഹോദരി. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര നേരം ആളെന്റെ കൈ വിട്ടിരിക്കുന്നതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഹാൻഡ് ഹോൾഡിംഗ് ഗ്യാപ്പ് ടെസ്റ്റ് എന്നാണ്. ഞാൻ മനഃപൂർവ്വം ആളുടെ കൈ വിട്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ആള് വിത്തിൻ സെക്കൻഡ്സ് തന്നെ എന്റെ കൈ ഹോൾഡ് ചെയ്തു. അടുത്തത് എലിവേറ്റർ ടെസ്റ്റ് ആണ്. ആളെ എത്രത്തോളം എലിവേറ്ററിൽ നടക്കുമ്പോ കെയർ ചെയ്യുന്നതാണ്. ആളെ ലിറ്ററലി എന്റെ കൈ പിടിച്ചിട്ട് എന്റെ ഫ്രണ്ടിൽ നിർത്തി. എൻ്റെ പൊന്നു മോളെ, എന്നും കൈവിടാതെ രണ്ടുപേരും ഒന്നിച്ചിരുന്നാൽ മതി. വേണമെങ്കിൽ കുറച്ച് സൂപ്പർ ഗ്ലൂടെ കയ്യിലൊഴിച്ച് തേച്ച് പിടിപ്പിച്ചാൽ പിന്നെ കൈവിടുകയേയില്ല. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് സൺലൈറ്റ് ടെസ്റ്റ് ആണ്. ആൾ എന്നെ വെയിലടിക്കാൻ. അടുത്തത് വിൻഡ് ടെസ്റ്റ് ആണ്. ആൾ എന്റെ ഹെയർ ഫ്ലൈ ചെയ്യുന്നത് നോട്ടീസ് ചെയ്യണമായിരുന്നു. ഓഫ്കോഴ്സ് ആൾ നോട്ടീസ് ചെയ്തിട്ട് അത് നല്ല ഒതുക്കി വെച്ചു. സൺലൈറ്റ് ടെസ്റ്റാ? എന്തെല്ലാം ടെസ്റ്റ് ഇതെല്ലാം. ഇപ്പൊ സേട്ടായി കാണിക്കുന്ന ഈ കെയറിങ് നാളെ സേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നരുത്. ഇപ്പൊ കെയറിങ് ആയിട്ടൊക്കെ തോന്നും, നാളെ അത് തോന്നാതിരുന്നാൽ ഭാഗ്യം. ഹലോ എവരിവൺ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടിൻഡറിന് ഞാൻ പരിചയപ്പെട്ട ഒരാള് ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ടെസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലും കണ്ടിന്യൂ ചെയ്യാം. ഫസ്റ്റ് ഡോർ ഓപ്പണിംഗ് ടെസ്റ്റ് ആണ്. ഒരു വണ്ടിയുമ്പോ കയറുമ്പോൾ ആള് ഫസ്റ്റ് എനിക്ക് ഡോർ ഓപ്പൺ ചെയ്ത് തന്നിട്ട് ആളിനെ ഫസ്റ്റ് ഗേറ്റിലാണ് അവിടെ ഇരുന്ന്. അങ്ങനെ ആ ടെസ്റ്റ് പാസ്സായി. അല്ല, അപ്പൊ ഈ കാറിന്റെയും ബസിന്റെയും ടെമ്പോ ട്രാവലറിന്റെ ഒക്കെ ഡോറ് തുറന്നു കൊടുക്കുന്ന ചേട്ടന്മാർ എന്തുമാത്രം ടെസ്റ്റുകളാ പാസ്സാവുന്നത്, ദൈവമേ. പിന്നെ ക്വാളിറ്റി ഓവർ കോസ്റ്റ് ടെസ്റ്റ് ആണ്. ആള് വില കുറഞ്ഞ ലോ ക്വാളിറ്റി സാധനം എനിക്ക് വേണ്ടി പിക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ആള് വില കൂടിയ സാധനം പിക്ക് ചെയ്തു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമതും കൂടെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയി. പക്ഷെ ആളിനെ അതിന് തടഞ്ഞു. ആ ദേഷ്യത്തിന് ഞാൻ ആളെ ടെസ്റ്റ് ഫെയിൽഡ് ആക്കി വിട്ടതായിരുന്നു. പക്ഷെ ആൾക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് വേറൊരു ചോക്ലേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് അപ്രൂവ് ആക്കി വിട്ടു. എന്റെ പൊന്നു മോളി പറഞ്ഞ ക്വാളിറ്റി ഓവർ കോസ്റ്റ് ടെസ്റ്റ് ഉണ്ടല്ലോ, ഓരോ വ്യക്തികളുടെയും സാമ്പത്തിക ഭദ്രത വ്യത്യസ്തമായിരിക്കും. ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ അവന്റെ പാർട്ട്ണർ ഒരു ഗിഫ്റ്റ് ആയാലും ചോക്ലേറ്റ് ആയാലും വാങ്ങിക്കൊടുക്കുന്നത് അവന്റെ സാമ്പത്തികത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. പക്ഷെ അവരുടെ പ്രണയം പ്യുവർ ആൻഡ് ഹൈ ക്വാളിറ്റിയിലായിരിക്കും. ചിലപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മോൾക്ക് മനസ്സിലാവണമെന്നില്ല. അതിന് അപ്പന്റെയും അമ്മയുടെയും ക്യാഷിൽ നിന്നല്ലാതെ സ്വന്തമായി മോൾ അധ്വാനിച്ച് ഒരു ഗിഫ്റ്റ് വാങ്ങി പാർട്ട്ണറിന് കൊടുത്തു നോക്ക്. എന്നിട്ട് ഈ ഡയലോഗ് അടിക്കാൻ വായോ. സീഡിപ്പിച്ചു. ഇതൊരു അൺഎക്സ്പെക്ടഡ് ടെസ്റ്റ് ആണ്. ലാസ്റ്റ് ബൈറ്റ് ടെസ്റ്റ് ആണ്. ലാസ്റ്റ് ബൈറ്റ് ഫുഡ് ആള് കഴിക്കും ഞാൻ കഴിക്കുമെന്നായിരുന്നു. പിന്നെയുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്സ് ഓൺ മീ ഓൾവേസ് ആണ്. ഏത് സിറ്റുവേഷനിലും ആളിന്റെ കൈ ഹോൾഡ് ചെയ്യുമെന്നാണ്. ആൻഡ് ഓഫ് കോഴ്സ് ആള് പല നടന്നു. ആളിന് കൈ പിടിച്ച് ഉമ്മ വെച്ച് എനിക്ക് ഉമ്മ വയ്ക്കാൻ വേണ്ടി തന്നു. അങ്ങനെ കിസ് ടെസ്റ്റ്. പിന്നെ ക്ലോത്ത് കെയർ ടെസ്റ്റ് ആണ്. ആളെന്റെ ഡ്രസ്സ് മാറി കിടക്കുന്നത് ശ്രദ്ധിക്കുമെന്നാണ്. ഓഫ് കോഴ്സ് എന്നെ ആള് കവർ ചെയ്യിപ്പിച്ചു. ഈ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഹീസ് എ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ. ആള് ബോയ് ഫ്രണ്ട് ആക്കാൻ വേണ്ടി എല്ലാ ടെസ്റ്റും പാസ്സായി വന്നു. ഞാൻ ലിറ്ററലി ആള് പിന്നെ പ്രപ്പോസ് ചെയ്ത് ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്.
എന്താ പറഞ്ഞ ബോയ് ഫ്രണ്ട് മെറ്റീരിയൽ എന്നോ? എന്തെല്ലാം കേൾക്കണം, എന്തെല്ലാം കാണണം ഈ കാലഘട്ടത്തിൽ. പണ്ട് കാലത്ത് വരനെ സ്വന്തമാക്കാൻ സ്വയംവരം നടത്താറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് പുതിയ യുഗത്തിന്റെ പുതിയ ടെസ്റ്റുകളാണ്. എല്ലാവരും പറയുന്നുണ്ട് ആള് മാത്രം എനിക്ക് ഓരോന്ന് മേടിച്ചു തരുന്നല്ലോ, ഞാൻ ആൾക്കൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല. പിന്നെ അടുത്ത വീട്ടിലേക്ക് ആൾക്കൊരു സർപ്രൈസ് ആയിട്ട് ഒരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതുവഴി ഞാൻ ഒരു ടെസ്റ്റും കൂടെ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഗസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ പിന്നെ ആൾക്കൊരു ഗിഫ്റ്റ് മേടിക്കാൻ തീരുമാനിച്ചു. ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് എന്ത് മേടിക്കുന്ന ആലോചിച്ചിട്ട് ഞാൻ തെരഞ്ഞെടുത്തൊരു ഗിഫ്റ്റ് ആണ്. ലൈക്ക് ഇതാവുമ്പോൾ ആൾക്ക് നല്ല യൂസ്ഫുൾ ആവും. ഇവരെന്തോ ട്രങ്ക് വീന്നൊക്കെ പറയണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഞാൻ ഒരു സാധനം പിക്ക് ചെയ്തു. അതിന്റെ ക്വാളിറ്റി ഒക്കെ തുറന്ന് അവർ കാണിച്ച് നല്ല രസം ഉണ്ടായിരുന്നു. ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ കാൽവിൻ ക്ലീൻ്റെ ഒരു അണ്ടർവെയർ മേടിച്ചു കൊടുത്തു. അടിപൊളി. കാമുകി ആദ്യമായി കാമുകന് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയാണ് ജട്ടി, ഒരു സംശയമില്ല. അല്ല മോളെ, സേട്ടൻ സട്ടി ഇടാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ സേട്ടന് സട്ടി മേടിച്ചു കൊടുക്കാനുള്ളൊരു തീരുമാനമെടുത്തത്? എന്തായാലും ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട്, കാമുകനെ ഇങ്ങനെ ഊറ്റി മുതലാക്കുന്ന കാമുകിയുണ്ടെങ്കിൽ കാമുകന്റെ കളസം കീറുക തന്നെ ചെയ്യും. സോ സേട്ടന് ഒരു അണ്ടർവെയർ അത്യാവശ്യം തന്നെയാണ്. ഇതിലൊരു കോമഡി എന്തെന്നാൽ, ഈ പെൺകുട്ടി തന്റെ ബോയ് ഫ്രണ്ട് ആരാണെന്ന് മനസ്സിലാകാതിരിക്കാൻ നമ്മളിൽ നിന്ന് മുഖം മറയ്ക്കുന്നുണ്ട്. വീഡിയോ അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തത്. പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, മാരക ട്വിസ്റ്റ്. എന്റെ പ്രിയപ്പെട്ടവൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇന്ന് അവൾക്ക് ഒരു ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് വ്യത്യസ്തമായിട്ടൊരെണ്ണം മേടിക്കാന്നാണ് ഞാൻ പോയത്. കുനാഫ പിസ്റ്റാഷ്യോ ചോക്ലേറ്റ് ഞാൻ മേടിച്ചത് PK ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ്. എറണാകുളമാണ് ഇത് വരുന്നത്. അങ്ങനെ ഫൈനലി ഞാൻ അവൾക്ക് ചോക്ലേറ്റ് കൊടുത്തു. പുള്ളിക്കാരി എക്സ്പെക്ട് ചെയ്തതേ ഇല്ല ഇങ്ങനൊരു ഗിഫ്റ്റ്. ഞാനും ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കുറെ നാളായി. അങ്ങനെ ഞാനും ഇതിൽ നിന്ന് നൈസായിട്ട് കഴിക്കാന്നൊക്കെ വിചാരിച്ചാണ് എന്റെ ഒരു പ്ലാൻ. അങ്ങനെ ഇത് പൊട്ടിച്ചു നോക്കി. എന്റെ പൊന്നെ, കാണാൻ തന്നെ ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ പിസ്റ്റാഷ്യോ ചോക്ലേറ്റ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നടുക്കത്തെ ഫില്ലിങ്സ് ചോക്ലേറ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈ ഒരു ചോക്ലേറ്റ് ഇവരുടെ വെബ്സൈറ്റിലും ഇൻസ്റ്റാമാർട്ടിലും ഒരുപാട് കടകളിലും മേടിക്കാൻ കിട്ടും. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ചേട്ടനാണെങ്കിൽ ചേട്ടന്റെ കാമുകി ആരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാവാതിരിക്കാൻ കാമുകിയുടെ മുഖം ഹൈഡ് ചെയ്തുകൊണ്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്ത് ചേട്ടന്റെ ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് അപ്ലോഡ് ചെയ്ത വീഡിയോ. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇവരുടെ ഡ്രസ്സും നമ്മുടെ കുനാഫ് ചോക്ലേറ്റും ഇവരെ ചതിച്ചു ഗായ്സ്. രണ്ട് വീഡിയോയിലുമുള്ള കപ്പിൾസ് ഇവർ രണ്ടുപേരുമാണെന്ന് ഇന്ന് എല്ലാവർക്കും തിരിച്ചറിയാൻ സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. എന്ത് തന്നെയായാലും ഇത്രയും കെയറിങ് ചേട്ടായും ചേച്ചിയും പ്രണയിച്ച് ഇവർ കല്യാണം കഴിച്ചാൽ ഭാഗ്യമെന്ന് പറയാം. അതിനുശേഷം ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിച്ചാൽ അത് അത്ഭുതമെന്ന് പറയാം. അതെല്ലാം ദൈവത്തിന് തന്നെ അറിയാം.